ഞാൻ 9th ക്ലാസ്സിൽ ഒരു ഫൗണ്ടേഷൻ ജെഇ കോച്ചിങ്ങിന് പോയിട്ടുണ്ട്. ഫൗണ്ടേഷൻ പ്രോഗ്രാം നയൻത്തില്. 9th. ഞാൻ കോളേജൊക്കെ കഴിഞ്ഞിട്ട് IIT ഇല്ല, ഞാൻ IIT അറിയാൻ കാരണം അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. IIT എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അവിടെയാണ് സ്മാർട്ട് പിള്ളേർ. ഉണ്ടായിരുന്നു. ഏറ്റവും ബെസ്റ്റിൽ പോകണം എന്നുള്ളതുണ്ട്. ഞാനാണെങ്കിൽ ആ സമയത്ത് ക്വിസും ടോപ്പ് പഠിപ്പിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ 9th ക്ലാസ്സിൽ പോയപ്പോൾ അവിടെ ഞാൻ ഭയങ്കരമായിട്ട് ടോപ്പ് പെർഫോം ചെയ്യുന്നത്. കാരണം എനിക്കാണെങ്കിൽ ഞാൻ ചേച്ചിയുടെ ബുക്കൊക്കെ എടുത്ത് പഠിക്കുമായിരുന്നു അങ്ങനെ. കാരണം അവിടെ മാർക്ക് കൂടുതൽ മേടിക്കുക എന്നുള്ളൊരു ഇൻറ്റൻഷനിലൂടെ ആയിരിക്കാം. അപ്പോൾ അവിടെ എനിക്ക് ഒരു മാർക്ക് കൂടുതൽ കിട്ടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെനിക്ക് പറ്റുന്ന ഒരു പരിപാടിയാണ്, ഈ ഒരു ട്രാക്ക് പിടിക്കണം എന്നുള്ള. അങ്ങനെ ഞാൻ 9th ജെഇ കോച്ചിങ് ഫൗണ്ടേഷന് പോയിട്ടുണ്ട്. പിന്നെ 10th സ്കൂളിൽ പഠിത്തം. പിന്നെ 11th 12th ഞാൻ ട്രിവാൻഡ്രത്ത് മാത്ത് IIT എന്ന് പറഞ്ഞിട്ട്, ട്രിവാൻഡ്രത്ത് അത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നുമില്ല. മാത്ത് IITയിൽ ആക്ച്വലി ഫിസിക്സിന് ഒരു പ്രോപ്പർ ഫാക്കൽറ്റി ഒന്നുമില്ല. പക്ഷേ കെമിസ്ട്രി വൻകിടിലുമായിരുന്നു, മാത്സും വൻകിടിലുമായിരുന്നു. കെമിസ്ട്രിയിലെ ഫാക്കൽറ്റി അടിപൊളി ഫാക്കൽറ്റി ആയിരുന്നു. അയാൾ കെമിസ്ട്രി പഠിപ്പിച്ച് എനിക്ക് കെമിസ്ട്രി ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ മറ്റേ ഈ ഓർഗാനിക് കെമിസ്ട്രിയിലൊക്കെ ഞാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. പ്രകാശ് ഓജ എന്നായിരുന്നു. മാത്സിലും അവിടെ അജിത് ദൂബെ ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ ഈ എക്സ്റ്റേണലി എന്നെ പുഷ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഞാൻ കുറേ ട്യൂഷനൊക്കെ എൻറോൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ട്യൂഷന് പോകും, കോച്ചിങ്ങിന് പോകും. വേറെ വല്ലതും നല്ല സാറുമാരുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോകും.